ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയതിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിയമ ഭേദഗതി സർക്കാർ പിൻവലിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അസാധാരണ വിജ്ഞാപനത്തിലൂടെ രാത്രിയും പകലും മദ്യമൊഴുക്കാനുള്ള നീക്കം ശരിയല്ലെന്നാണ് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി വിജു ഉമ്മൻ വിമർശിച്ച് പറഞ്ഞത്. ടോബി ജോൺസൺ ചേരുന്നു കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് മോർണിംഗ്. എന്തിനാണ് ഈ 1 മണിക്കൂർ കൂടി രാത്രിയിൽ ഈ സമയം വർദ്ധിപ്പിച്ചത് എന്നറിയില്ല. നട്ടപ്പാതിര വരെ ആളുകൾ മദ്യപിച്ചോട്ടെ എന്നുള്ള തീരുമാനമാണോ എക്സൈസ് വകുപ്പിനെന്നറിയില്ല. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായിട്ടും എന്താണ് ഇതിന് പിന്നിലുള്ള അജണ്ട എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. വിനോദസഞ്ചാരത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിനെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. അതിലിപ്പോൾ ആദ്യം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയാണ്. നമുക്ക് മുൻപും സമാനമായ രീതിയിലുള്ള ചില വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അല്പം കടുത്ത വിമർശനമാണ് ഓർത്തഡോക്സ് സഭ ഉന്നയിക്കുന്നത്. തിടുക്കപ്പെട്ട് ഇങ്ങനെയൊരു നീക്കം നടത്തിയത് എന്തിനാണെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. അതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നത് തന്നെയാണെന്നുള്ളൊരു വിമർശനമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം. സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലഹരിയെ സാധാരണവൽക്കരിക്കാനുള്ള ചില ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിച്ച് നൽകാനാകില്ല എന്നാണ് ബിജു ഉമ്മൻ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ്. മറ്റ് പല ലാഭത്തിനും വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയതെന്നുള്ളൊരു വിമർശനമാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. സമാനമായ രീതിയിലുള്ള നിലപാടുകൾ തന്നെയാണ് മറ്റ് സഭകൾക്കുമുള്ളത്. അവരും ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകൾക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടുന്ന ഒരു നടപടി കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭ എന്തായാലും അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നാണ് ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.